how did I manage my corporate life, competition prep, online, offline clients, brand deals, collaborations, and content creation, and everything. The episode 2 of Documents stumbles. This is going to be the worst vlog that you'll ever see. But I didn't want you guys to lose out on the episode 2. So I thought I'll bring in coffee and make it a little interesting. I remember Nippon asking me this question at the GOG summit. How did you plan the whole quitting part? What are the precautions that you took before quitting? ഒരു ദിവസം ഒറ്റയടിക്ക് ക്വിറ്റ് ചെയ്തതല്ല ഞാൻ, because I knew that I can make money or be safe financially from Lift with Ash. സെക്കൻഡ്ലി ഞാൻ ഇവിടെ കാക്കനാടുള്ള ഒരു ഗ്രൂപ്പ് ട്രെയിനിങ് സ്റ്റുഡിയോയിൽ ഹെഡ് കോച്ചായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ 1.5 മാസമേ വർക്ക് ചെയ്തുള്ളൂ, പക്ഷേ ദേ വർ പേയിങ് മീ റിയലി ഗുഡ്. ആൻഡ് അതും കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒറ്റയടിക്ക് അങ്ങോട്ട് ക്വിറ്റ് ചെയ്തു. ബിക്കോസ് രാവിലെ ഒരു 4-4:30 ആകുമ്പോൾ എണീറ്റിട്ട് ഐ ഹാഡ് ടു പ്രെപ്പ് മൈ മീൽസ്, ഈറ്റ് ആൻഡ് ഗോ ഫോർ ദ മോർണിംഗ് ഷിഫ്റ്റ് അറ്റ് ദ സ്റ്റുഡിയോ. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ നമ്മുടെ ടീം കോളിൽ കയറുമായിരുന്നു കോർപ്പറേറ്റ് ജോബിൻ്റെ. അതിൻ്റെ ഇടയിൽ എങ്ങനെയും സമയം ഉണ്ടാക്കി ഞാൻ വർക്കൗട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എങ്ങനെയും എവിടെയെങ്കിലും ഏതെങ്കിലും ക്യാഫേയിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യും. അത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ ചുമ്മാ സമയം ഉണ്ടാക്കി എങ്ങനെയും വർക്കൗട്ട് ചെയ്യാൻ പോകും. രാത്രി അഗൈൻ ഒരു 10-11-12 മണി ആകുമ്പോഴേക്കാണ് വീട്ടിൽ വന്ന് കയറുന്നത്. ബിക്കോസ് ഓൺലൈൻ ക്ലയൻസിൻ്റെ കോൾസ് ഉണ്ടാവും, അല്ലെങ്കിൽ പുതിയ എൻക്വയറീസിൻ്റെ കൺസൾട്ടേഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേഷൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടാവും, ബ്രാൻഡ് ഡീൽസിൻ്റെ ആൾക്കാരുടെ എന്തെങ്കിലും മെസ്സേജ് ഉണ്ടാവും. അങ്ങനെ ലോട്ട് ഓഫ് തിങ്സ് വർ ദേർ. അപ്പോൾ ഇറ്റ് വാസ് റിയലി എ വെരി ഹാർഡ് ടൈം ഫോർ മീ. പക്ഷേ ഞാൻ ഒറ്റയടിക്ക് കോർപ്പറേറ്റ് ഇൻകൺവീനിയൻ്റ് ആയതുകൊണ്ട് ക്വിറ്റ് ചെയ്തതല്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു വർക്കായിരുന്നു എനിക്ക്. ഇറ്റ്സ് എ വെരി ബാഡ് പ്ലേസ് ടു വർക്ക്. അങ്ങനെയാണ് ഞാൻ ക്വിറ്റ് ചെയ്യുന്നത്. പക്ഷേ ഐ ഡിഡ് ഹാവ് എൻ അതർ ഇൻകം സോഴ്സ്, അല്ലെങ്കിൽ 2 other income sources, or let's say ഇപ്പോൾ ബ്രാൻഡ് ഡീൽസ് എല്ലാം നോക്കുവാണെങ്കിൽ 3 other income sources. So I'd say ഒറ്റയടിക്ക് quitting your 9 to 5 for a passion will be sort of like a bad idea if you don't have another backup. So always try to build your passion side by side with your 9 to 5, so that you can quit the 9 to 5 when you feel you're safe financially with your passion. കാരണം രസമാണ് ഒറ്റയ്ക്ക് ക്വിറ്റ് ചെയ്യാനായിട്ട്. പക്ഷേ നമുക്ക് ഫണ്ട്സിൻ്റെ ഇഷ്യൂസ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ബിൽസ് വരുന്ന സമയത്ത് യു വിൽ വിഷ് ലൈക്ക് ഇറ്റ് വുഡ് ഹാവ് ബിൻ നൈസ് ടു ഹാവ് സാലറി. 9 to 5 itself is hard. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വർക്കിംഗ് ഓൺ യുവർ പാഷൻ, അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേഷൻ, ദിസ് ആൻഡ് ദാറ്റ് ഇസ് ഡെഫിനറ്റ്ലി ഗോൺ ബി ഹാർഡ്. പക്ഷേ ആ ഒരു കുറച്ച് നാൾ കഷ്ടപ്പെട്ട് സമയമെടുത്ത് പാഷൻ ബിൽഡ് ചെയ്യാനൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ പാഷൻ കുറച്ച് സേഫായി നിൽക്കുന്ന സമയത്ത് ക്വിറ്റ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ 9 to 5 ക്വിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നാളത് ബിൽഡ് ചെയ്യാൻ വേണ്ടി നടക്കുന്ന സമയത്ത് ഇറ്റ്സ് ഗോൺ ബി ക്വൈറ്റ് ഹാർഡ്. അത് ആ ഒരു സമയത്ത് ഫൈനാൻസസും കൂടെ ശരിയായി വന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗോൺ ബി റിയലി ഹാർഡ്. അപ്പോൾ ഓൾവേസ് മേക്ക് ഷുവർ ടു work on your passion or whatever while you have your 9 to 5 or something. Allanundengil have some sort of financial backup before you quit your 9 to 5 to follow your passion and stuff like that. Do you even find this useful? I don't know. I know എനിക്കൊരു നോർമൽ ലൈഫ് അല്ല വേണ്ടതെന്നുള്ളത്. ആൻഡ് നമ്മളൊരു നോർമൽ തിങ്സ് ചെയ്യാൻ പോകണമെങ്കിൽ നമുക്ക് നോർമൽ ലൈഫേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ കോർപ്പറേറ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഐ യൂസ് ടു സീ പീപ്പിൾ കമ്മിങ് ഇൻ അറ്റ് 9 or 9:30 and staying till 9 or 9:30 at night. പക്ഷെ ഞാനൊരു 10-11 മണിയാകുമ്പോൾ ചെല്ലും, എൻ്റെ വർക്കിൻ്റെ കാര്യങ്ങൾ തീർക്കും, ഞാൻ ക്ലോക്ക് ഔട്ട് കഴിഞ്ഞാൽ 4-4:30-5 മണിയാകുമ്പോൾ ഞാനവിടെ ഇറങ്ങും. എന്നിട്ട് രാവിലത്തെ വർക്കൗട്ട് തീർത്തിട്ടായിരിക്കും ഞാൻ ഓഫീസിൽ പോകുന്നത്, വൈകുന്നേരത്തെ വർക്കൗട്ട് ചെയ്യാനായിരിക്കും ഞാൻ ഇറങ്ങുന്നത്. അപ്പോൾ എൻ്റെ ഒരു വലിയ ബാഗ് ഉണ്ടാവും ബാക്കിൽ. അന്നത്തെ എല്ലാ മീൽസ് ആയിക്കോട്ടെ, സപ്ലിമെൻറ്റ്സ് ആയിക്കോട്ടെ, ഫോൺ സ്റ്റാൻഡ് ആയിക്കോട്ടെ, വെള്ളം, പിന്നെന്താ വർക്കൗട്ട് വെയർ, അതും 2 ഡ്രസ്സ്, പിന്നെ ലൈക്ക് ഐ ഹാവ് ലോട്ട്സ് ഓഫ് സ്റ്റഫ് ഇൻസൈഡ് ദാറ്റ്. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ എന്നിട്ടും പക്ഷേ എന്താ പറയുക, അപ്പോൾ എല്ലാവരും ചോദിക്കും തനിക്ക് വർക്ക് ഇല്ലേ ശരിക്കും ചെയ്യാനായിട്ട്, ഇതൊക്കെ എവിടാ സമയം? അപ്പം ഞാൻ സമയം കണ്ടെത്താണ്. ബിക്കോസ് 9 വന്നിരുന്ന് രാത്രി 9 വരെ ഒരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്ത് എൻ്റെ ലൈഫ് കളയുന്നതിലും നല്ലതായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത് ഹസ്ലിങ് എ ലിറ്റിൽ ഹാർഡ് സോ ദാറ്റ് ഐ ക്യാൻ ഹാവ് ദ ഡ്രീം ലൈഫ് ദാറ്റ് ഐ വാണ്ട്. So I think you always need to work like a abnormal person or extraordinary person to live your dream life, because living like a normal person isn't going to give you your dream life, right? If living like a normal person would have given everyone the dream life, everyone would have their dream life. Even when it was really hard for me to handle എല്ലാ കാര്യങ്ങളും കൂടെ ഒന്നിച്ച് റൈറ്റ് ഫ്രം ദ മോർണിംഗ് ടിൽ നൈറ്റ്, I used to barely get like 5 hours of sleep or whatever. പക്ഷേ ഐ എം ഗ്ലാഡ് ഐ ഡിഡ് ദോസ്, ബിക്കോസ് ഇപ്പോൾ I am actually living my best life. Glad about the things that happened. കുറച്ച് നാൾ പട്ടി പണിയെടുത്താലും പിന്നെ യു വിൽ ബി ഏബിൾ ടു റീഡ് ദ ഗുഡ് സ്റ്റഫ്.